അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കാൻ അമേരിക്കയിലേക്ക് വിമാനങ്ങൾ അയക്കുമെന്ന് കൊളംബിയ. കുടിയേറ്റക്കാരെ നാടുകടത്താൻ അമേരിക്കയിൽ നിന്നുള്ള വിമാനത്തിന് കൊളംബിയയിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചിരുന്നു. കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വിമാനമയക്കാൻ കൊളംബിയൻ പ്രസിഡന്റ് തയ്യാറായത്. ഇന്നലെയാണ് അമേരിക്കയിൽ നിന്നും 2 സൈനിക വിമാനങ്ങൾ കൊളംബിയൻ കുടിയേറ്റക്കാരുമായി യാത്രയ്ക്കൊരുങ്ങിയത്. വിമാനം തങ്ങളുടെ നാട്ടിൽ ഇറങ്ങുന്നത് തടഞ്ഞ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പ്രഡോ ഉത്തരവിട്ടു. തുടർന്ന് വിമാനങ്ങൾ അമേരിക്കയിൽ തന്നെ തങ്ങുകയായിരുന്നു. പിന്നീടാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് പുറത്തുവന്നത്. കുടിയേറ്റക്കാരെ സ്വീകരിച്ചില്ലെങ്കിൽ കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് സമാനമായി 25% നികുതി കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. തിരിച്ചും നികുതി ചുമത്തുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് നിലപാടെടുത്തെങ്കിലും രാജ്യത്തെ സാഹചര്യം ഉൾക്കൊണ്ട് തിരുത്തുകയായിരുന്നു. സൈനിക വിമാനങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ കുറ്റവാളികളെ പോലെ കൈമാറരുത് എന്നായിരുന്നു കൊളംബിയൻ പ്രസിഡന്റിന്റെ ആവശ്യം. തുടർന്ന് കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ 2 വിമാനങ്ങൾ അയക്കാനും കൊളംബിയൻ പ്രസിഡന്റ് തീരുമാനമെടുക്കുകയായിരുന്നു. ജനുവരി 21 മുതൽ കുടിയേറ്റക്കാരെ ഒഴിവാക്കാനുള്ള ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ പ്രത്യേക നിരീക്ഷണവും ആരംഭിച്ചിരുന്നു. തുടർന്നാണ് നാടുകടത്തൽ നടപടികൾ തുടങ്ങിവെച്ചത്. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ തങ്ങളുടെ പൗരന്മാർ അനധികൃതമായി കുടിയേറിയിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പും നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.